നീനെ ആന്റി ഇവിടെ അടച്ചുപൂട്ടിയിരിക്കുക? ഇത്രയും ദിവസമായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്കൊന്നും കടന്നില്ലല്ലോ. അവൾ എങ്ങും പോകാറില്ല മോളെ. ആ അതുകൊള്ളാം. കഴിഞ്ഞ തവണ ഞാൻ അവളെ ബാംഗ്ലൂരിൽ പോയി കണ്ടിട്ടുണ്ട്. ഇവിടെ വന്നാൽ അവൾക്ക് നീനെവിടെ? മേലെ മുറി കാണും. നീനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എനിക്കൊരു സമാധാനമായി. എന്റെ മോള് കയർ പൊട്ടിക്കായിരുന്നു. അവക്ക് നീനോട് ബാംഗ്ലൂർ ചേരണമെന്ന്. ഞാൻ കുളിക്കാണ്. വാതിൽ തുറക്കടി. നീ കുളിച്ചു വരുന്നവരെ കാത്തിരിക്കാൻ എനിക്ക് സമയമില്ല. ബഹളം വെക്കാതെ റെഡി. ഞാനിപ്പോ വരാം. എന്നാ ഞാനിത് പൊളിക്കും. വാതിൽ തുറക്കടി. പെണ്ണ് ആഹാ, നീ ഒന്നുകൂടി കൊഴുത്ത് സുന്ദരിയായിരിക്കുന്നല്ലോ. ബാംഗ്ലൂരിൽ നിനക്ക് എത്ര ബോയ് ഫ്രണ്ട്സ് ഉണ്ടടി? എനിക്കങ്ങനെ ആരുമില്ല. അപ്പൊ പിരിയ ഹോസ്റ്റലില്ലേ താമസം? ആരാ നിന്റെ ബോയ് ഫ്രണ്ട്? ചൂട് ഭക്ഷണത്തരം പറയാതെ അപ്പുറത്ത് ആളുണ്ട്. എന്നാ നീ എന്റെ വീട്ടിലോട്ട് വാ. വീഡിയോയില് നല്ല ഫോറിൻ കാസറ്റ് കാണിച്ചു തരാം. ഫസ്റ്റ് ക്ലാസ് ലെസ്ബിയൻ. നിനക്ക് ഈ സെക്സ് അല്ലാതെ മറ്റൊന്നും സംസാരിക്കാനില്ലേ? ഞാൻ രതിയാണ്. സെക്സ് ഐ ഹാവ് ടേസ്റ്റ് ഫോർ ബോത്ത്. കാണിട്ടിട്ട് നിന്നെ മുഴുവൻ. എനിക്ക് ദേഷ്യം വരും കേട്ടോ. ഇനി എവിടെ കിടക്കാൻ മോളെ, മോളെ നീനെ വാ. അയ്യോ ആന്റി, ഇവളേതാ? എന്റെ മോളാ. ഇന്നലെ വരെ സീതാക്കാന്റെ ഹക്കിൽ നിന്ന് നടന്നൂറ്റുങ്ങളാ ഇപ്പൊ അത്താണിന്റെ പിന്നാലെ വാലായിട്ട് നടക്കണത്. ടിവിന്റെ മോള് കൊള്ളാം. തുടങ്ങിയിട്ടില്ല സീതാക്കാന്റെ കഴിക്കാ. ഓനെ ഞാൻ ഷെഡ് കയറ്റിയില്ലേ. ഈന്റെ തുടക്കം എന്റെ കഴിക്കാ. എന്താ ചോദിച്ചു നോക്കാം. എല്ല് മുറിയെ പണിയെടുക്കുമ്പേ പല്ല് മുറിയെ തിന്നണം. തട്ടിക്കോ. ഇത് പൊരിച്ച കരിമീൻ, കറി വെച്ചതാ ഫിഷ് മോളി. ഇനി ഫിഷ് മോം വേണം. ചെമ്മീൻ വരച്ചത് ഇവിടെ ഇരുന്നാണോ താൻ ഉണ്ണുന്നത്? എടുത്ത് പുറത്തു കൊണ്ടുപോയി കഴിക്ക്. എടാ പപ്പു, കണ്ട തെരുവ് പിള്ളേരെ പിടിച്ചിരുത്താനുള്ളതല്ല ഇവിടുത്തെ അടുക്കള. കാര്യം പോകുന്നില്ലേ? ബാബു ഒന്നും കഴിച്ചില്ലോ. വാങ്ങിക്കൂ. എനിക്ക് വേണ്ട. ഇത് വാങ്ങിക്കുന്ന ഡാഡി അങ്ങനെയാ. ദേഷ്യം പിടിച്ച വല്ലതും പറയും. ഇത് വാങ്ങിക്കൂ. വാങ്ങിക്കൂ ബാബു. ഇനി വാ മോളെ. Miss Shirley, if you behave like this, I'll kick you out. Then do it now, mister. Don't expect better behavior from me later. I am a cabaret artist, not a prostitute for your guest. നിർത്തണേ.
ആർട്ടിസ്റ്റ് നിന്റെ ശരീരത്തോളം തൊട്ടുപോയാലെന്താ പുള്ളിപ്പോ? നീ ആര്, ശീലാവതി? അല്ല, ഷേർലി ഫെർണാണ്ടസ്. ഒരു കുടുംബം പോറ്റാൻ അഴിഞ്ഞടന്നവളാണ്. ആർക്കും വഴങ്ങി കൊടുക്കുന്നവളല്ല. തനിക്ക് അതാണ് ഉദ്ദേശമെങ്കിൽ എന്നെ കിട്ടില്ല. വേറെ ആളെ അന്വേഷിക്കൂ. സാർ, അവൾ അറിവില്ലാതെ പറഞ്ഞതാ. ഫൈവ് സ്റ്റാറിലല്ല ഇവിടെ വന്നത്. ഇനി നീ എന്നെ തെരുവിലേക്ക് ഇറക്കരുത്. മടിച്ചെന്നിട്ട് കാര്യമില്ല, ശങ്കിച്ചെന്നിട്ട് കാര്യമില്ല. നിങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഭാഗ്യത്തെ തട്ടിയുണർത്തി സൗഭാഗ്യത്തിന്റെ കൊടുമുടിയിൽ സമ്പന്നതയുടെ മട്ടുപ്പാവിലെത്തിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുക. ആ ലോട്ടറി വണ്ടി അയ്യപ്പന്റെ പീടികെ സാധനം കൊടുക്കുന്നത് നീ കണ്ടോ? നീ കണ്ടെന്നല്ലേ എന്നോട് പറഞ്ഞത്? അല്ല, കണ്ടത് ഇതൊക്കെ. ഈ തർക്കത്തിൽ എന്നെ ചേർക്കണ്ട. രാത്രിയിൽ കള്ളച്ചാരാൻ കയറ്റി വണ്ടി അവിടെയാണ് വന്നത്. കൂടുതൽ കഞ്ചാവും കൊടുത്തു. ഞാൻ നേരത്തെ സീതക്കാട് ഇത് പറഞ്ഞാണ്. ആ അത്താണി വർഗീസിന്റെ കച്ചവടം ഇതാണ്. ഞാൻ പറഞ്ഞപ്പോ ആർക്കും വിശ്വാസമായില്ല. അവന്റെ വണ്ടി ഇടിച്ച് പൊളിക്കണം. നിർത്ത്. അത്താണി വർഗീസ് ലോട്ടറി ഏജന്റും വാറ്റുകാരക്കാരനും ആയത് ഇന്നലെയാ. ആൻസാഹിബിന്റെ ഡ്രൈവറായിട്ട് അവൻ ഇവിടെ വന്നതും ആളായത്. സാഹിബിനോട് നമുക്കൊക്കെ ഒരു കടപ്പാടുണ്ട്. അവിടെ പറയാതെ എന്തെങ്കിലും ചെയ്താ അത് കുറ്റമാ. വാ. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ആ അത്താണി വർഗീസിന്റെ ഏടാകൂടം കൊണ്ട് ജീവിക്കാൻ വയ്യ സായി. പാളയത്തിലും മാർക്കറ്റിലും ഞങ്ങൾക്ക് കച്ചവടം ചെയ്തുകൂടാ. അവന്റെ ഭരണമാ. ഇപ്പൊ ഞങ്ങളുടെ തെരുവിലും തുടങ്ങി അതാണ് കച്ചവടം. ലോട്ടറി ടിക്കറ്റ് ആയിട്ട് വരും. വിൽപ്പന കള്ളും കഞ്ചാവുക. ഞങ്ങൾക്കും ജീവിക്കണ്ടേ? സാഹിനെ ഓർത്തിട്ടാ. അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം. എന്തറിയാ? എടോ സീതി, ഞാനൊരു മുസൽമാനാണ്. ആ നീയും അക്കൂട്ടം തന്നെയല്ലേ? കള്ളും കഞ്ചാവും നമുക്ക് ഹറാമാണോ? അത് വിൽക്കുന്നവൻ ആരായാലും ഞാൻ കൂട്ടേക്കൂല. മേൽ നിമ്മായൊരു തർക്കവും കൂട്ടായിട്ട് ഇങ്ങോട്ട് വരും. അത് ഇങ്ങനെ നമ്മൾ തന്നെ തീർത്താ മതി. നടക്കി. കപടമില്ല, ചതിയില്ല, വഞ്ചനയില്ല, ഒന്നുമില്ല. ബോംബെ ഡോൾഫിൻ കമ്പനിയുടെ പ്രജനാസം നടത്തുന്ന നറുക്കെടുപ്പ്. 1 രൂപയ്ക്ക് 3 ടിക്കറ്റുകൾ കൂട്ടി കിട്ടിയാൽ സമ്മാനം നൽകപ്പെടുന്നതാണ്. കള്ളമില്ല, കപടമില്ല, ആർക്കും എടുക്കാം. എന്താ ഭാഗ്യം പരീക്ഷിക്കുന്നു? എത്ര? 1 രൂപയ്ക്ക് 3. അങ്ങനെ കിട്ടുന്ന ആ 3 ടിക്കറ്റുകൾ കൂട്ടി അതിൽ നിന്ന് സമ്മാനങ്ങൾ നൽകപ്പെടുന്നതാണ്. കള്ളമില്ല. ഇതാ നോക്കിക്കോളൂ. 8, 9, 17, 6, 23. ആ അടിച്ചു ബ്ലാസ്റ്റ്. ഇനി ആരാ ഭാഗ്യം പരീക്ഷിക്കുന്നത്? നോക്കി എന്നാൽ ഭാഗ്യം കലാശിക്കില്ല. വേഗം വേഗം എടുത്തോളൂ. ഇതിലാരാ ഭാഗ്യം പരീക്ഷിക്കുന്നത്? 1 രൂപയ്ക്ക് 3 ടിക്കറ്റുകൾ. 3 എണ്ണം എടുത്തോളൂ. 3 എണ്ണം കൂട്ടി കിട്ടി സമ്മാനങ്ങൾ നൽകപ്പെടുന്നതാണ്. 8, 2, 10, 6, 16. കാലി. കാലി വെച്ചാ കമ്പനിക്ക്. സോറി. ഇനി ആരാ ഉള്ളത്? ഇത് കളിച്ചിട്ട് കിട്ടിയതാ. നോക്കട്ടെ. ആള് ഭാഗ്യമുള്ളതാണല്ലോ. എന്ത് ഭാഗ്യം! 3 നറുക്കിൽ വലിയ എണ്ണ 6. എങ്ങനെ കുട്ടിയാലും 18 കിട്ടും. 23 എടുത്തു തന്നതാ. അപ്പൊ ഒത്തുകളിയാ? അങ്ങോട്ടാ തിരിച്ചു കൊടുക്കണം. തരൂല്ല. ശരവാ അവിടേക്ക് എന്താണ് എനിക്കൂടെ കാര്യം? എന്റെ ഫ്ലാസ്ക് നാറി തന്നയ്ക്കും പറക്കാത്ത ഹമുക്കെ. കുറച്ചുകാലായി നീ എന്റെ മോടെ പിന്നാലെ മണപ്പിച്ച് നടക്കണം. അറിഞ്ഞോളെ തന്നെ. ഈ വീടിന്റെ നിറം നീ തകച്ചു കണ്ടിട്ടില്ല. പുറത്ത് ഉമ്മ